നാസർ സാഹിബിന്റെ ഒരു പാട്ട് കഴിഞ്ഞ് നമുക്ക് ദുആരക്കാം. മദ്ഹ് പാടണം നമ്മുടെ പ്രിയപ്പെട്ട ചങ്കാൻ. ഒരു മദ്ഹ് പാട്ട് റസൂലുള്ളാഹിനെ പറ്റി. ഞാൻ ചുറ്റുമുല പഠിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ചങ്ങാതിമാരായിരുന്നു. ലത്തീഫ ഒരു മദ്ഹ് മാത്രം, വേറൊന്നുമല്ലല്ലോ, മദ്ഹ്. അത് കഴിഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് നമുക്ക് പെട്ടെന്ന് പിരിയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതെ, വിറവ് കയറുമ്പോഴേ പാട്ട് വരുള്ളൂ. ഒരു മദ്ഹ് പാടി നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിപാവന ദീനിൽ നിന്ന് പരിതാപകഥയിൽ നിന്ന് പരിപാലകനായ ഇലാഹിൻ അന്ത്യനൂറുള്ള മുത്ത് യാ റസൂലുള്ളാഹ്. പൊള്ളും മണർക്കാട്ടിലന്ന് മുത്ത് ത്വാഹ റസൂലു പിറന്ന്. പൊള്ളും മണർക്കാട്ടിലന്ന് മുത്ത് ത്വാഹ റസൂലു പിറന്ന്. മക്കയാല സത്യമാല നിത്യം പടർത്താൻ മുഖ്യരാജനിച്ച് മുത്ത് ത്വാഹ റസൂല്. പരിപാവന ദീനിൽ നിന്ന് പരിതാപകഥയിൽ നിന്ന് പരിപാലകനായ ഇലാഹിൻ അന്ത്യനൂറുള്ള മുത്ത് യാ റസൂലുള്ളാഹ്. ആരംഭപ്പൂവായ മുത്ത് ഹബീബിൻ്റെ റൗളത്തിലെത്തിടുവാ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ മീലാദ് വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. അപ്പൊ ഇന്നത്തെ വിഷയം മനസ്സിലായില്ലേ? ചാപ്പാട് കിട്ടാൻ എന്ത് ചെയ്യണം, അതാണ് ഇന്നത്തെ വിഷയം. അപ്പൊ ഇരുന്നൂടെ എല്ലാവർക്കും ഖബറല്ല, സ്വർഗമല്ല, നരകമല്ല, മഹിഷറല്ല, നന്നായിട്ട് ചാപ്പാട് കിട്ടും. 4 കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞത് ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതിനെന്തരാമീൻ? നേരത്തെ ഞാൻ മാക്ക് ദ്വാരന്നിട്ട് ആരും ആമീൻ പറഞ്ഞിട്ടില്ല. ചാപ്പാടിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാവർക്കും ആമീനുണ്ട്. ഈ ഭക്ഷണം അള്ളാഹു നമുക്ക് തരുമെന്ന് പറഞ്ഞല്ലോ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി സ്വർഗത്തിൽ അള്ളാഹു തആല ഒരു മനുഷ്യന് താമസിക്കാൻ സ്വർഗത്തിൽ ഇടം നൽകിയതിനു ശേഷം അള്ളാഹു സ്വർഗത്തിൽ ആദ്യമായി നൽകിയ ആ അനുഗ്രഹം ഭക്ഷണമായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെയും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ താമസിപ്പിച്ചതിനു ശേഷം അല്ലാഹു ആദ്യമായി കൊടുത്തത് അടിവാരത്തെ അരുവി ഒഴുകുന്ന ആരാമങ്ങളല്ല. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ സുന്ദരമായ സുഖലോലുപ സ്വർഗ്ഗത്തിന്റെ അനുഭൂതികളിൽ ആദം നബിയും ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ ആറാടുമ്പോ അവർക്ക് ആദ്യമായിട്ട് അല്ലാഹു കൊടുത്തത് മണിമേളകളായിരുന്നില്ല. അവർക്ക് കൊടുത്തത് ഏതെങ്കിലും സുഖ സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളല്ല. ആദ്യമായിട്ട് അല്ലാഹു തആല മനുഷ്യന് സ്വർഗ്ഗത്തിൽ കൊടുത്തത് എന്തെന്നറിയോ? യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദം നബിയോടും ഹവ്വാ ബീവിയോടും പറയുന്നു, നിങ്ങൾ സ്വർഗ്ഗത്തിൽ താമസിച്ചു കൊള്ളുക. എന്നിട്ട് അല്ലാഹു ആദം ഹവ്വാ ദമ്പതിമാർക്ക് ആദ്യമായി കൊടുത്തത് എന്തെന്നറിയോ? വകുലാ മിൻഹാ റഗദൻ ഹൈസ് ശിഅ്തുമാ. നിങ്ങൾക്ക് ഭക്ഷണം യഥേഷ്ടം കഴിക്കാം, നിങ്ങൾക്ക് ധാരാളം ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് സൗകര്യം പോലെ ഇഷ്ടം പോലെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം. ആദ്യമായിട്ട് അല്ലാഹു സ്വർഗ്ഗത്തിൽ നൽകിയ അനുഗ്രഹം ഭക്ഷണമായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് അല്ലാഹു പറയുകയാണ്, ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയുടെ മുകളില് ഒരു മൃഗമായാലും ഇഴജന്തുവായാലും പറവയായാലും മനുഷ്യനായാലും ഇതിനെല്ലാം അല്ലാഹു ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. അല്ലാഹു ഭക്ഷണം കൊടുക്കാതെ ഒരു ജന്തുവുമില്ല, ഒരു ജീവിയുമില്ല, ഒരു മൃഗമില്ല, പക്ഷിയില്ല, പറവയില്ല, ഇഴജന്തുക്കളില്ല, പ്രാണികളില്ല, പരൽ മത്സ്യങ്ങളില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ.
അല്ല പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഭൂമി ലോകത്ത് ഭക്ഷണമില്ലാതെ ഒരാളുമില്ല. അത് ആരായാലും നിങ്ങൾക്ക് ഭക്ഷണമുണ്ട്. പക്ഷെ അല്ലാഹു തആല എല്ലാവർക്കും ഒരുപോലെയല്ല ഭക്ഷണം കൊടുക്കുന്നത്. 3 നേരം ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്ന സമ്പന്നന്മാരുണ്ട്, മിഡിൽ ലെവലിലുള്ളവരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത പാവപ്പെട്ടവരുണ്ട്. അല്ല പറഞ്ഞല്ലോ, വല്ലാഹു ഫളല ബഅലകും അലാ ബഅലിൻ ഫിർ റിസ്ഖി. ഭക്ഷണത്തിൽ അല്ലാഹു ചിലരെ മറ്റ് ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുകയാണ്. നല്ല മട്ടൻ കൂട്ടി കഴിക്കുന്നവര് നമ്മുടെ ഇടയിലുണ്ട്. പോഷകാഹാരം കിട്ടാതെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെയുമായി നാട് തെണ്ടുന്ന പാവപ്പെട്ടവരും നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന കാര്യമൊക്കെ ശരിയാണ്. അള്ളാഹു വാരിക്കോരി നിങ്ങൾക്ക് ഭക്ഷണം തരാത്തത് എന്തിന്റെ പേരിലെന്നറിയോ? അള്ളാഹുവിന്റെ ഖജനാവില് ഭക്ഷണം ഇല്ലാത്തതിന്റെ പേരിലല്ല. ഈ മാലുമേലെ വേങ്ങറ പള്ളിയുടെ പരിസരത്തുള്ള എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാ, ആരാ വേങ്ങറക്കാരാ നമുക്ക് ഭക്ഷണം തരുന്നത്? സിവിൽ സപ്ലൈസ് മന്ത്രിയാണോ? ആരാ നമുക്ക് ഭക്ഷണം തരുന്നത്? നമ്മുടെ റാസിഖ് അല്ലാ, നമ്മുടെ റസാഖ് അല്ലാ. കല്ലുടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്നത് അല്ലാഹുവല്ലേ. അല്ലാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. അല്ലാഹു ആർക്കെങ്കിലും ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ, ഈ വേങ്ങറയിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പട്ടിണിയാണെങ്കിൽ അള്ളാഹുവിന്റെ ഖജനാവില് ഭക്ഷണം തീർന്നതിന്റെ പേരിലല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു എന്തുകൊണ്ടാണ് ഭക്ഷണം വാരിക്കോരി നമുക്ക് തരാത്തതെന്നറിയോ? അല്ല പറയുകയാണ്, വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ. അല്ലാഹു പറയുകയാണ്, വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി. അല്ലാഹു അവന്റെ അടിയാറുകൾക്ക് ദാസന്മാർക്ക് ഭക്ഷണം അങ്ങ് തുറന്നു കൊടുത്താൽ, വിശാലമായി അല്ലാഹു ഭക്ഷണം എല്ലാവർക്കും അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ, ലബഗൗ ഫിൽ അർളി, അവര് ഭൂമിയിൽ അഹങ്കാരികളായി മാറുമെന്നതിന്റെ പേരിലാ. കണ്ടിട്ടില്ലേ, ഒരു കല്യാണം നടക്കുമ്പോ പാവപ്പെട്ടവന്റെ കല്യാണമാണ് നടക്കുന്നതെങ്കിൽ ആരുടെ മുന്നിലൊക്കെ ചെന്ന് കൈനീട്ടിയിട്ടാണ് ഒരു ചാക്കരി വാങ്ങുന്നത്, ഒരു 10 കിലോ മാംസം വാങ്ങുന്നത് ആരുടെയൊക്കെ മുമ്പിൽ ചെന്ന് കൈകീട്ടിയിട്ടാണ്. എന്നാൽ സമ്പന്ന ഫാസിസത്തോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏറ്റവും വലിയ കോടീശ്വരന്മാര് അവരുടെ മക്കളുടെ കല്യാണം നടത്തുമ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ, ലഗബഗൗ ഫിൽ അർള്, അവര് അഹങ്കാരികളായി ഭക്ഷണം വെച്ചു വിളമ്പിയിട്ട് കുഴിച്ചിടുകയാ. അതെന്തിന്റെ പേരിലാണ്? അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന ഭക്ഷണമൊന്ന് അധികമായപ്പോ അവര് അഹങ്കാരികളായി മാറി. അല്ലാഹു പറയുന്നു, വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല ഒരു തോത് വെച്ചിട്ടാണ് ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും പട്ടിണി കിടക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു അമുസ്ലിം കുടുംബം പട്ടിണി കിടക്കുന്നെങ്കിൽ, യജമാനനായ സർവേശ്വരനായ സർവാധിപതിയായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദൈവം തമ്പുരാന്റെ ഖജനാവിൽ ഭക്ഷണം തീർന്നത് കൊണ്ടല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം യഥേഷ്ടം അല്ല തരാത്തതെന്നറിയോ? ദൈവം എന്തുകൊണ്ടാ നിങ്ങൾക്ക് ഭക്ഷണം തരാത്തതെന്നറിയോ? നിങ്ങൾക്ക് അല്ലാഹു ധാരാളമായി ഭക്ഷണം തന്നാ നിങ്ങൾ അഹങ്കാരികളായി മാറിപ്പോകും അതിന്റെ പേരിലാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. ലാ യൻഫുദു അബദാ, ഒരിക്കലും അവന്റെ ഖജനാവ് വറ്റിപ്പോകൂല. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം തരാ പടച്ചവന്റെ കയ്യിൽ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം, അല്ല പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, മുട്ടില്ലാതെ, തട്ടില്ലാതെ അല്ലാഹു നമുക്ക് ഭക്ഷണം തരും. ആ ഒരു കാര്യം ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് തീരുമാനമെടുത്തു പോകാം. പക്ഷെ പോയാൽ മാത്രമല്ല, ഇത് അന്നത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ ഈ പറയുന്ന 4 കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ 4 കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ആ 4 കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് സ്വന്തം ആത്മാവിനോട് ഉറപ്പ് കൊടുത്തിട്ട് വേണം 10 മണിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ. കാരണം
അള്ളാഹു നമുക്ക് ധാരാളം ഭക്ഷണം തരും. ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടപ്പോ അയാൾക്ക് നല്ല വിശപ്പ്. ആ വിശന്ന മനുഷ്യന്റെ മുമ്പിൽ ഒരു ചാക്ക് നിറച്ച് പവിഴം, മനോഹരമായ പവിഴം, വില നമുക്കറിയാലോ. ആ പവിഴം അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ ഒരു ചാക്ക് നിറച്ച് കിട്ടിയപ്പോ വിശപ്പിന്റെ കാഠിന്യം മൂലം ഈ സാധു വിചാരിച്ചു അത് ചോളമാണ് എന്ന്. സന്തോഷത്തോടെ ഓടിച്ചെന്ന് ചാക്കിൽ നിന്ന് ചോളമെന്ന് കരുതി പവിഴം വാരിയെടുത്തപ്പോൾ അത് വലിയ വിലയുള്ള കോടിക്കണക്കിന് രൂപ വിലയുള്ള പവിഴമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യൻ വിഷമിച്ചു പോയി എന്നാണ് സംഭവം. പവിഴം കിട്ടിയാൽ വിഷമിക്കുന്ന ആരാ? രാവിലെ ഉറക്കം എണീറ്റ് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ക്ലിയറായി റാഹത്തായി നമ്മൾ നേരെ ടേബിളിലേക്ക് വന്നു. ആ തീന്മേശയുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിയപ്പോ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചത് ഒരു 10 പവൻ ആഭരണമാണ്. രാവിലെ നമ്മൾ എന്ത് ചെയ്യും? സന്തോഷിക്കോ അതോ ദുഃഖിക്കോ? സന്തോഷിക്കോ ദുഃഖിക്കോ? പെണ്ണുങ്ങളാണെങ്കിൽ വിചാരിക്കുന്നത് ഒരു ദിവസം പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, സ്വർണമല്ലേ. അതെന്താ അങ്ങനെ ചിന്തിക്കുന്നതെന്നറിയോ? രാവിലെ കിട്ടിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് കിട്ടുമെന്നറിയാം, ഉച്ചയ്ക്ക് കിട്ടിയില്ലെങ്കിൽ രാത്രി കിട്ടുമെന്നറിയാം, ഇനി എങ്ങൊന്നും കിട്ടിയില്ലെങ്കിൽ സ്വർണം വിറ്റിട്ട് എവിടെന്നെങ്കിലും ഭക്ഷണം വാങ്ങാം എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാ. ലോകത്ത് അങ്ങനെ ഒരു ഭക്ഷണം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്ന് വെച്ചോ. നമ്മുടെ കയ്യിൽ 25 കിലോ സ്വർണം കിട്ടിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഭക്ഷണം ഈ ലോകത്തില്ല. അല്ല എല്ലാം അങ്ങോട്ട് ഉയർത്തിക്കളഞ്ഞു. കയ്യില് 1 കോടി രൂപ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് സഅദി ഷിറാസി പറഞ്ഞൊരു കഥയുണ്ട്. അദ്ദേഹം പറഞ്ഞ കഥയല്ല, അദ്ദേഹം പറയാണ് 10 പാത്രം നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് രാത്രി മുഴുവൻ വെളുക്കുന്നത് വരെ ഖുർആൻ ഓതിയ ഒരു മനുഷ്യൻ. 10 പാത്രം ഭക്ഷണം കഴിച്ച് 10 പ്ലേറ്റ് ചോറ് കഴിച്ച് എന്നിട്ട് രാത്രി മുഴുവനും അദ്ദേഹം ഖുർആൻ ഓതി നേരം വെളുക്കുന്നത് വരെ. അവനോട് ഗുരു പറഞ്ഞു, മോനെ 10 പാത്രം ഭക്ഷണം കഴിച്ച് നീ വെളുക്കുന്നത് വരെ ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത് അരപാത്രം ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ അര റൊട്ടി കഴിച്ചിട്ട് നീ സുഖമായി കിടന്ന് ഉറങ്ങുന്നതാണ് നല്ലത്. അര റൊട്ടി കഴിച്ചിട്ട് കിടന്ന് സുഖമായി ഉറങ്ങുന്നതാണ് നല്ലത്. എന്തിനേക്കാൾ 10 പ്ലേറ്റ് ഭക്ഷണം കഴിച്ചിട്ട് വെളുക്കുന്നത് വരെ ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലത്. കാരണം എന്താ? എപ്പോഴും ലിമിറ്റ് വെച്ച് നമുക്ക് ഭക്ഷണം കിട്ടിയാലേ നമ്മൾ അള്ളാനെ ഓർക്കുള്ളൂ. ഇഷ്ടം പോലെ ഭക്ഷണം അങ്ങോട്ട് കിട്ടിയാൽ പിന്നെ പടച്ചോനും ഇല്ല, പള്ളിക്കൂടവും ഇല്ല, പള്ളിപ്പുരയില്ല, ഒന്നുമില്ല. അതേസമയം ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ ദുആ, ദിക്ർ. ഉസ്താദേ ദാരിദ്ര്യം മാറാൻ എന്താ മാർഗം? ഇഷ്ടം പോലെ അങ്ങോട്ട് തട്ടിക്കൊടുത്താലോ അള്ളാനെ അങ്ങ് മറക്കും. പട്ടിണി കൊടുത്താലോ ഉസ്താദേ ദാരിദ്ര്യം മാറാൻ എന്തെങ്കിലും ദുആ ഉണ്ടാ, പട്ടിണി മാറാൻ എന്തെങ്കിലും സ്വലാത്തുണ്ടാ എന്ന് ചോദിച്ച് നടക്കും. അള്ളാനെ ഓർമ്മ വരണമെങ്കിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം കമ്മിയാക്കി തരണം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നു. നിങ്ങൾക്ക് ധാരാളം ഭക്ഷണം തന്നാൽ നിങ്ങൾ ഭൂമിയിൽ അഹങ്കാരികളായി പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് 4 കാര്യങ്ങൾ ഞാൻ ഉണർത്തും. ഞാൻ ഉണർത്താൻ പോകുന്ന 4 കാര്യങ്ങളാണ്. നിങ്ങൾ അടുത്ത് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തിയേക്ക്. മഗ്‌രിബ് കഴിഞ്ഞ് ഉറങ്ങുന്നവരെ ഞാൻ ഈ സമയത്ത് ഉറങ്ങുന്നവരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. ആരോ അതിന് കണ്ണടച്ച് തക്വയോടുകൂടി പ്രസംഗം കേൾക്കണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ വിളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ വലത്തോട്ട് ഇടത്തോട്ടൊന്ന് സലാം വീട്ടുമ്പോൾ നോക്കിയേക്ക്. ഉറങ്ങുന്നെങ്കിൽ പതുക്കെ ഒന്ന് തട്ടിയേക്ക്. ഒരു ഇടയ്ക്കിടയ്ക്ക് 10-15 മിനിറ്റ് കൂടുമ്പോ അങ്ങനെ ചെയ്താൽ മതി. അള്ളാഹു തൗഫീക്ക് തരട്ടെ. 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്താൽ നമുക്ക് ഭക്ഷണം അള്ളാഹു തആല തരും. ഖുർആനാണ്. എന്റെ ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും ചെയ്തോളി. ദൈവം ഭക്ഷണം തരും, ദൈവം ഭക്ഷണം തരും. നിങ്ങൾ നിങ്ങളുടേതായ ആംഗിളിൽ ചെയ്താൽ മതി, നിങ്ങളുടേതായ ആംഗിളിൽ നിങ്ങൾ ചെയ്താൽ മതി. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തു ത്വലാഖിലാണ്. സൂറത്തു ത്വലാഖ് 3-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഭക്ഷണം വേണോ? നിങ്ങൾക്ക് അല്ലലും അലട്ടലും ഇല്ലാതെ യഥേഷ്ടം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലാഹു വെച്ച ഡിമാൻഡ് എന്തെന്നറിയോ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ.
വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹ് പറയുകയാണ് വമൻ യത്തഖില്ലാഹ്, അല്ലാഹുവിനെ ആരാണോ സൂക്ഷിക്കുന്നത്, ദൈവത്തെ ആരാണോ പേടിക്കുന്നത്, ഈശ്വരനെ ആരാണോ ഭക്തിയോടെ നോക്കി കാണുന്നത്, അല്ലാഹ് പറയുന്നു യജ്അൽ ലഹു മഖ്റജാ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി അല്ലാഹ് കാണിച്ചു തരുമെന്നാണ്. എന്ത് പ്രശ്നമാണ് പെങ്ങളെ നമുക്കുള്ളത്, എന്ത് പ്രയാസമാ നമ്മുടെ മനസ്സിലുള്ളത്, എന്ത് പ്രശ്നമാ നിന്റെ മനസ്സിനെ വേട്ടയാടുന്നത്, മാനസികമായി നീ തകർന്ന് തരിപ്പണമായിരിക്കുകയാണോ, സങ്കടപ്പെട്ട് കഴിയുകയാണോ, അല്ലാഹ് പറയുകയാണ് വമൻ യത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നിനക്ക് കഴിയുമോ, ഭക്തിയോടെ ജീവിക്കാൻ നിനക്ക് സാധിക്കുമോ, എന്നാൽ യജ്അൽ ലഹു മഖ്റജാ. ഗൾഫ് നാട്ടിലെ പണിയെടുത്തവർക്കറിയാം, ആ ഗൾഫിലെ റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് 140 പോകുമ്പോൾ ഏതെങ്കിലും സർവീസ് റോട്ടിലേക്ക് ഇറങ്ങണമെന്ന ചിന്ത വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലതുഭാഗത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ടാകും എക്സിറ്റ് 1 എക്സിറ്റ് 2 എന്ന്. ആ എക്സിറ്റിന്റെ തൊട്ടു താഴെ അറബിയിൽ എഴുതിയിരിക്കുന്നത് മഖ്റജ് എന്നാണ്. മഖ്റജ് 1 മഖ്റജ് 2 എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? നീ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ദേശീയ പാതയിലൂടെ പോകുമ്പോൾ നിനക്ക് പുറത്തേക്ക് ഇറങ്ങണോ, ആ റോട്ടിൽ നിന്ന് നിനക്ക് തെറ്റികെട്ട് വേറൊരു ഭാഗത്തേക്ക് പോകണോ, അതിന് പറയുന്ന പേരാണ് മഖ്റജ്. അല്ലാഹ് പറയുകയാണ് നീ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോ, മാനസിക സംഘർഷങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോ, തകർന്ന് തരിപ്പണമായ നിന്റെ മനസ്സുമാകിട്ട് മുന്നോട്ട് പോകുമ്പോ അതിൽ നിന്ന് നിനക്ക് പുറത്ത് കടക്കണോ, അല്ലാഹ് പറയുന്നു വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജാ. ആരൊരാൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ, ഭക്തിയോടെ ജീവിക്കുന്നുവോ, തഖ്വയുണ്ടോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് യജ്അൽ ലഹു മഖ്റജാ. അല്ലാഹ് ഒരു എക്സിറ്റ് കൊടുക്കുമെന്നാണ്, മഖ്റജ് കൊടുക്കുമെന്നാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അല്ലാഹ് കൊടുക്കുമെന്നാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് അല്ലാഹ് ഭക്ഷണം തരുമെന്നാണ്, നിങ്ങൾ അറിയാതെ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്നാണ്. ഒരു ചെറിയ ചരിത്രം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ശ്രദ്ധയിൽപ്പെടുത്തുകയാ. അറിയുമല്ലോ മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ആരാണ് മറിയം ബീവി എന്നറിയോ? ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ അത്ഭുതങ്ങളിൽ, അജായിബുകളിൽ, ആയാത്തുകളിൽ ഒന്നല്ലേ മറിയം ബീവിയുടെ ഗർഭം. ആ മറിയം ബീവി ഗർഭിണിയായത് എങ്ങനെയാണ്? മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, ജിബ്രീൽ മാലാഖ തന്റെ ശരീരത്തേക്ക് റൂഹോടുന്നതിന് വേണ്ടിയിട്ട് ഈസാ നബിക്ക് ജന്മം കൊടുക്കുന്നതിന് വേണ്ടി പടച്ച തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ വരുമ്പോ, അത് വേഷപ്രച്ഛന്നനായി മനുഷ്യകോലത്തിൽ വരുമ്പോ മഹദിയായ മറിയം ബീവി പറഞ്ഞതെന്തെന്നറിയോ? എന്തിനാ ചെറുപ്പക്കാരാ നീ ഇവിടെ വന്നത്, എന്തിനാ ഇവിടെ നീ വന്നത്? ആ സമയത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് ഈ വന്ന ചെറുപ്പക്കാരൻ, അഥവാ സുന്ദരമായ തറുത്ത തലമുടിയുള്ള വെളുത്ത ശരീരമുള്ള തൂവെള്ള വസ്ത്രം ധരിച്ച കാണാ സുമുഖനായ മുഞ്ചനായ ജിബ്രീൽ വേഷം മാറി വന്ന് ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതെന്തെന്നറിയോ? ലിയഹബലക ഗുലാമൻ സകിയാ, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരാൻ വന്നതാണ്. മറിയം ബീവി ചോദിച്ച ചോദ്യം ഇതാണ്, വലം യംസസ്നി ബശർ, ഞാൻ വിവാഹിതയല്ല, എനിക്കെങ്ങനെ കുഞ്ഞുണ്ടാകാനാ? ഞാൻ വിവാഹിതയല്ല, പിന്നെങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാകാനാ? ഞാൻ വിവാഹിതയാകാതെ കുഞ്ഞുണ്ടാകണമെങ്കിൽ ഞാൻ പിഴച്ചവളാകണമല്ലോ. വലം ബഗിയാ, ഞാൻ പിഴച്ച പെണ്ണല്ല, അതുകൊണ്ട് പൊന്നുമോനെ നിന്റെ കളികൾ എന്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ധീരമായി സ്വതസിദ്ധമായ ശൈലിയിൽ ജിബ്രീലാണ് വന്നതെന്നറിയാതെ ചെറുപ്പക്കാരന്റെ കോലത്തിൽ വന്ന മനുഷ്യനോട്, ജിബ്രീലിനോട് തട്ടിക്കയറുന്ന മറിയം ബീവി അറിയോ? ആ മറിയം ബീവിക്ക് അല്ലാഹു തആല ചെറിയ പ്രായത്തിൽ കൊടുത്ത വലിയ ഒരു അനുഗ്രഹം ഞാൻ പറയാ. സക്കരിയ നബി എന്ന ഉമ്മയുടെ അനുജത്തിയുടെ ഭർത്താവ് ബൈത്തുൽ മുഖദ്ദസ് പള്ളിയുടെ ഇമാമായിരുന്നു. വേങ്ങര പള്ളിയിലെ ഇമാമ ബഹുമാനപ്പെട്ട തഴവ മുജീബുർ റഹ്മാൻ മൗലവിയാണെങ്കിൽ, തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഇമാമി വിനീതനാണെങ്കിൽ,
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് 16 മാസക്കാലം നമ്മൾ തിരിഞ്ഞ് നമസ്കരിച്ച പരിശുദ്ധമായ ഒന്നാം ഖിബിലയുണ്ടല്ലോ, ഇന്ന് ജൂത പിശാചുക്കളെ ഇസ്രായേൽ കിരാതന്മാര് കയ്യിൽ വെച്ച് അമ്മാനമാടുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന പുണ്യ ദേവാലയമുണ്ടല്ലോ, അതിന്റെ ഇമാമായിരുന്ന സക്കരിയ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകൾ ഹന്ന ബീവിയുടെ മകളാണ് മറിയം ബീവി. ആ മറിയം ബീവിയെ നന്നായിട്ട് പരിചരിക്കാൻ, തർബിയത്ത് കൊടുക്കാൻ ഇന്ന് മദ്രസയിൽ നമ്മളെ പെൺമക്കളെ കൊണ്ടുവന്നാക്കുമ്പോൾ ഹന്ന ബീവി മറിയം ബീവി എന്ന മകളെ കൊണ്ടുവന്ന് ഭർത്താവിന്റെ അനുജത്തിയുടെ ഭർത്താവായ സക്കരിയ നബിയെ ഏൽപ്പിക്കുകയാണ്. ഓ സക്കരിയ നബിയെ, എന്റെ മകളെ നന്നാക്കി എടുത്ത് തരണേ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ബൈത്തുൽ മുഖദ്ദസിലാക്കുമ്പോ മഹാനായ സക്കരിയ നബിയുടെ തർബിയത്തിലെ തസ്കിയത്തിലെ വളർന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം സക്കരിയ നബി അലൈഹിസ്സലാം മെഹ്റാബിനകത്ത് ആ മറിയം ബീവി എന്ന ചെറിയ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോ മറിയം ബീവിയുടെ മുന്നിൽ ഇതാ സുന്ദരമായ ഭക്ഷണം ഇരിക്കുകയാ. ആ കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത ഭക്ഷണമാണ്, ആ നാട്ടിൽ കിട്ടാത്ത പഴവർഗ്ഗങ്ങളാണ്. സുന്ദരമായ രുചിയൂറുന്ന വർണ്ണനിറങ്ങളിലുള്ള പഴക്കൂട്ടങ്ങൾ കണ്ടപ്പോ സക്കരിയ നബി ചോദിച്ചു, അന്നാലകി ഹാദാ, ഇതെവിടെന്നാണ് മറിയമേ എന്ന് ചോദിച്ചപ്പോ മറിയം ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുവ മിൻ ഇൻദില്ലാ, ഇതെനിക്ക് എന്റെ പടച്ചവൻ തന്നതാ, ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. ഇത് സൂറത്തു മറിയമാണ് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്. അന്നാലകി ഹാദാ, എന്റെ മറിയമേ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ മറിയം ബീവി പറയുകയാണ്, ഹുവ മിൻ ഇൻദില്ലാ, ജഗദീശ്വരനായ സർവജ്ഞനായ സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു എനിക്ക് തന്നതാണ് എന്ന് മറിയം ബീവി പറഞ്ഞു. മറിയം ബീവി അറിയാതെ മറിയം ബീവിക്ക് അല്ലാഹു ഭക്ഷണം കൊടുത്തു. സക്കരിയ നബി എന്ന പള്ളിയിലെ ഇമാമ, ഒരു പ്രവാചകനായ ആ നബി പോലും അത്ഭുതപര തന്ത്രനായിക്കൊണ്ട് ആ പെൺകുട്ടിക്ക് അല്ലാഹു ഭക്ഷണം കൊടുത്തെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് ഭക്ഷണമല്ല കൊടുത്തെന്നറിയോ? അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചരിത്രം നിങ്ങളോട് മനസ്സിലാക്കി തരേണ്ടത്. മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഏറ്റവും നല്ല ചാരിത്ര ശുദ്ധിയുള്ളവളായിരുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഭക്തയായിരുന്നു. അതുകൊണ്ടല്ലേ തന്റെ മുന്നിൽ വന്ന ചെറുപ്പക്കാരനായ വേഷം മാറി വന്ന ജിബ്രീൽ ആണെന്നറിയാതെ മറിയം ബീവി പറഞ്ഞത് എന്താണ്? അല്ലയോ ചെറുപ്പക്കാരാ, അല്ലയോ ചെറുപ്പക്കാരാ, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാലതു ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയാ. എടോ ചെറുപ്പക്കാരാ, നിനക്ക് തഖ്വയുണ്ടെങ്കിൽ, സൂക്ഷ്മതയുണ്ടെങ്കിൽ, ഭക്തിയുണ്ടെങ്കിൽ, ദൈവത്തെ പേടിയുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോടാ. ഞാൻ വിവാഹിതയായ പെണ്ണല്ല, ഞാൻ പിഴച്ചവളുമല്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് കുഞ്ഞുണ്ടാകുന്നത്? നീ ഒരു പെണ്ണായ എന്റെ മുമ്പിൽ വന്ന് തരികിട കാണിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ ഓടിക്കാനാ പെണ്ണിന് കഴിഞ്ഞത്. ഇങ്കുന്ത തഖിയാ, നീ തഖ്വയുള്ളവനാണെങ്കിൽ പോടാ മാറിയെന്ന് മറിയം ബീവിക്ക് പറയണമെങ്കിൽ മറിയം ബീവിക്ക് തഖ്വ വേണം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് മറിയം ബീവിക്ക് പറയാൻ കഴിയുക? മറിയം ബീവി തന്റെ മുന്നിൽ വന്ന ചെറുപ്പക്കാരനോട് ജിബ്രീലാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ആരുമില്ലാത്ത മലഞ്ചെരിവ്, ആരുമില്ലാത്ത വനാന്തരം, ഒരു മനുഷ്യന്റെ യാതൊരു നിലയിലുള്ള സാന്നിധ്യവുമില്ല. ഒരു പെണ്ണിന് എന്തുമാകാം. ആ സമയത്ത് ആ പെണ്ണിന്റെ മുന്നിൽ വന്നത് ഏതെങ്കിലും കാണാൻ കൊള്ളാത്ത ചെറുപ്പക്കാരനല്ല. ജിബ്രീൽ വരുന്നതൊക്കെ ഏറ്റവും നല്ല വേഷത്തിലാണ്. നല്ല കാണാൻ സുമുഖനായി, മുഞ്ചനായി, കറുത്ത തലമുടി, വെളുത്ത ശരീരം, നല്ല സുമുഖനായി മുന്നിലെത്തിയപ്പോൾ എന്തിനു വന്നു ഇവിടെ? ലിയഹബലക ഗുലാമൻ സക്കിയ, നിനക്കൊരു കുഞ്ഞിനെ തരാൻ വന്നതാണ്. അതെങ്ങനാടാ എനിക്ക് കുഞ്ഞിനെ കിട്ടുക? വലം യംസസ്നി ബഷർ, ഞാൻ വിവാഹിതയല്ലല്ലോ. വലം അക്കു ബഗിയ, ഞാൻ പ്രശ്നക്കാരിയല്ലല്ലോ. പിന്നെങ്ങനെ എനിക്ക് കുഞ്ഞിനെ കിട്ടും? ഖാലത്ത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ, നിനക്ക് അല്ലാഹയെ പേടിയുണ്ടെങ്കിൽ പോടാ മാറി. അപ്പൊ നിനക്ക്